ഈ സ്ഫോടനം ഉണ്ടായെന്ന് കേട്ടപ്പോൾ തന്നെ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു ഇത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് അതിലെ ഫലത്തെ സ്വാധീനിക്കാൻ വേണ്ടിയാണ്. അത് ഈ പറഞ്ഞ എന്തെങ്കിലും ലോജിക്ക് വേണ്ടേ? ബീഹാറിലെ ഒന്നാം ഘട്ടം വോട്ടിംഗ് കഴിഞ്ഞു, രണ്ടാം ഘട്ടം വോട്ടെടുപ്പിൻ്റെ തലേ ദിവസമാണ് സ്ഫോടനം ഉണ്ടായത്. സ്ഫോടനം തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമുള്ള കാരണം രണ്ട് ഘട്ടത്തിലും ഒരേ മുന്നണിക്കാണ് കൂടുതൽ സീറ്റുകൾ കിട്ടിയത്. ഒരു ഘട്ടത്തിൽ ഒരു മുന്നണിക്കും, രണ്ടാമത്തെ ഘട്ടത്തിൽ വേറെ മുന്നണിക്കാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അതെ, ഇത് ഇങ്ങനെയൊക്കെയുള്ള നറേറ്റീവ്സ് ഉണ്ടാക്കി വിടുന്നവരുടെ ഉദ്ദേശം എന്താണ്? അവരാരെയാണ് സത്യത്തിൽ സഹായിക്കുന്നത്? അവർ സത്യത്തിൽ സഹായിക്കുന്നത് തീവ്രവാദികളാണ്, ഭീകരപ്രവർത്തകരെയാണ്, ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ. എന്നിട്ട് സ്ഫോടനത്തിൽ ദുരൂഹത. ഇനി വേറൊരു കാര്യം പറയാം. കുറേ ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്തു, കുറേ പേരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്കാർക്ക് ഇപ്പോഴും ജയിലിൽ തന്നെ ഉണ്ടോ? അവർ സമാധാനമായിട്ട് ജയിലിൽ കഴിയും. ഈ കസ്റ്റഡിയിലെടുത്ത ചില ആളുകളെ ചോദ്യം ചെയ്തിട്ട് വിട്ടയച്ചപ്പോൾ ഇവർ കാർഡ് ഇറക്കുകയാണ്. ഡൽഹി സ്ഫോടനം എന്താണ്, 4 ഡോക്ടർമാരടക്കം 5 പേരെ വിട്ടയച്ചു. അപ്പോൾ കേൾക്കുന്നവരെന്ത് വിചാരിക്കുക? ചോദ്യം ചെയ്യാൻ വിളിച്ചവരെ വിട്ടയച്ചു എന്നല്ല അവർക്ക് കിട്ടുന്ന ഇൻറ്റിമേഷൻ, അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്താണ്? അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്കാരെ വിട്ടയച്ചു. അതെ, ഇതാണ് എത്ര തെറ്റിദ്ധാരണജനകമായിട്ടാണ് വാർത്തകൾ കൊടുക്കുന്നത് ആലോചിച്ചു. ആരെയാണ് വിട്ടയച്ചത് എന്ന് ഇത് കണ്ടാൽ മനസ്സിലാവില്ല. എന്നിട്ട് ഈ കാർഡ് ലോകത്തിലെ എല്ലാ മൊബൈൽ ഫോണിലേക്കും ഇവർ പറപ്പിക്കുകയാണ്. അതിൻ്റെ ഉദ്ദേശം എന്താ? കാണുന്ന ആൾക്കാർ തീവ്രവാദികളെ ആണെന്ന് വിചാരിച്ച് പിടിച്ച 4 ഡോക്ടർമാരെ വിട്ടയച്ചു. 5 പേരെ മൊത്തം ഉണ്ടായിരുന്നു, 4 പേര്. ഇത് ചോദ്യം ചെയ്യാൻ വിളിച്ച ആൾക്കാരാണ്, ഇവർക്ക് അതുമായിട്ട് ബന്ധമില്ലെന്ന് കണ്ട് വിട്ടയച്ചു. ബന്ധമുള്ള ആളുകൾ ജയിലിൽ കിടക്കുകയാണ്.